ഇന്നിപ്പോൾ കേരളത്തിലൊക്കെ നോക്കിയാൽ നമുക്ക് വളരെ തമാശയായി തോന്നുന്നൊരു കാര്യമുണ്ട്. ജോലി ചെയ്യുന്നവരെക്കാളും കൂടുതൽ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്നവരെ നമുക്ക് സുഖമായിട്ട് കാണാൻ കഴിയും. നമുക്കൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൂടെ ഇറങ്ങി നമ്മൾ നടന്നാൽ എല്ലാ ദിവസവും പകൽ നേരത്തും ബാക്കിയൊക്കെ വളരെ വെടിവട്ടം പറഞ്ഞ് വളരെ കാഷ്വലായിട്ട് നല്ല വേഷത്തിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഇവരെ നമ്മൾ കാണുമ്പോൾ വേറുന്നുണ്ട്, ഇവരുടെ പോക്കറ്റിൽ എന്നാലും 500ൻ്റെ കുറച്ച് നോട്ടുകളുണ്ടാവും. ഇവർക്ക് അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും പലപ്പോഴും കാണുന്നില്ല. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇവർ വരുമാനം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമുക്ക് കൃത്യമായ നിശ്ചയമില്ല. ഇവർക്ക് ധാരാളം സമയമുണ്ട്. ഒരു വലിയ വിഭാഗം റിട്ടയേർഡായിട്ടുള്ള ആളുകളുണ്ട്. 56 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് സാമാന്യം നല്ല പെൻഷൻ ലഭിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം ഓൾമോസ്റ്റ് സെറ്റിലായി, അവർക്കെല്ലാം വരുമാനം ലഭ്യമായി, അവരെല്ലാം വേറെ ഭാഗങ്ങളിൽ പോയി സെറ്റിലായി. ഇവർക്കൊക്കെ എന്താണൊരു സമയം പോവാൻ? ഒരു സമയം പോകാനുള്ള ഏറ്റവും നല്ല മാർഗം അവർക്ക് ക്ഷേത്രങ്ങളാണ്, പ്രാർത്ഥനയാണ്. അപ്പോൾ രാവിലെ ഏറ്റ് ഇന്ന് വേറെ ഒന്നും ചെയ്യാനില്ല, എനിക്ക് ഓഫീസിൽ പോകാനില്ല, ജോലി ചെയ്യാനില്ല, ഇവരതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമാവുക, ക്ഷേത്രങ്ങളിൽ പോവുക, ഭാഗവത പാരായണങ്ങൾക്ക് പോവുക, നാരായണീയ പാരായണങ്ങൾക്ക് പോവുക. അപ്പോൾ ഒരു വലിയ വിഭാഗത്തിനെ സംബന്ധിച്ചോളം അവരുടെ സമയം കളയുക, സമയം മുമ്പോട്ട് കൊണ്ടുപോവുക, ആ സമയം കൊണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ വേറെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം. കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മടുപ്പിൽ നിന്നും ഒരു വലിയ മോചനം. കാരണം ഇവരെ സംബന്ധിച്ചോളം വലിയ നീഡുകളൊന്നുമില്ല. ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് ഇവർ വലിയ റിക്വസ്റ്റുകളൊന്നും വയ്ക്കുന്നില്ല, ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല. ഇവർ ചിന്തിക്കുന്നത് ഇവർ ആ ഒരു കംഫർട്ടിലേക്ക് ജീവിക്കുക. ഇവർ തീർച്ചയായിട്ടും ഭഗവാന് സന്തോഷമുള്ള ആളുകളാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇവർ ഭഗവാനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നില്ല.